ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊല്ലത്താണ്. കൊല്ലത്ത് നമ്മുടെ ഹോണ്ടയുടെ ഷോറൂമിലാണ്. മുത്തൂറ്റ് ഹോണ്ട എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഇവിടെ രണ്ടാംകുറ്റിയിലാണ് ഈ ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. കൊല്ലം രണ്ടാംകുറ്റിയിൽ നിങ്ങൾ വരുന്ന സമയത്ത് തന്നെ ഈ ഒരു ഷോറൂം നിങ്ങൾക്ക് കാണാൻ പറ്റും. കാര്യം ഈ ഒരു ലൊക്കേഷനിൽ തന്നെയാണ് മെയിനായിട്ട് കൊല്ലത്തുള്ള മിക്ക ഷോറൂമുകളും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ ലൊക്കേഷനിൽ വരുമ്പോൾ ഈ ഒരു ഷോറൂം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇന്ന് നമ്മൾ വന്നത് ഓഫറിനെ കുറിച്ച് സംസാരിക്കാനാണ്. അപ്പോൾ ഈ ഒരു ഹോണ്ടയുടെ ലൈനപ്പിൽ ഹോണ്ട അമേസ് വരുന്നുണ്ട്, അതിനുശേഷം സിറ്റി വരുന്നുണ്ട്, അതിനുശേഷം എലവേറ്റ് വരുന്നുണ്ട്. അങ്ങനെ 3 മോഡൽസാണ് ഈ ഒരു ഹോണ്ടയുടെ ലൈനപ്പിൽ വരുന്നത്. അപ്പം ഈ ഒരു വാഹനങ്ങൾക്ക് എത്രയാണ് ഇവർ ഓഫർ നൽകിയിട്ടുള്ളത്? ഇപ്പോൾ ക്യാഷ് ഓഫർ എത്ര, എക്സ്ചേഞ്ച് ബോണസ് എത്ര, അങ്ങനെ വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് എത്ര, വാറണ്ടി എത്ര, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. പിന്നെ ഒരു പ്രത്യേകതയായിട്ട് നമുക്കൊരു കാര്യം പറയാനായിട്ടുള്ളത്, ഈ ഒരു ഹോണ്ടയുടെ ലൈനപ്പിലേക്ക് വരുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വാറണ്ടിയാണ് നമുക്ക് പറയേണ്ടത്. ഇപ്പോൾ ഈ ഒരു അമേസ് എടുത്താലും അല്ലെ സിറ്റി എടുത്താലും എലവേറ്റ് എടുത്താലും വാറണ്ടിയിലേക്ക് വരുന്ന സമയത്ത് 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററാണ് ഇവർ വാറണ്ടി നൽകിയിട്ടുള്ളത്. നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ 10 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇപ്പം 3 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ വാറണ്ടി തീർന്നു, 4ാമത്തെ വർഷം നിങ്ങൾ വാറണ്ടി എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും വിഷമിക്കേണ്ട കാര്യമില്ല. 4ാമത്തെ വർഷം കഴിഞ്ഞ് 5ാമത്തെ വർഷം വേണമെങ്കിൽ നിങ്ങൾക്ക് വാറണ്ടി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ മറ്റുള്ള ബ്രാൻഡ് പോലെയല്ല ഈ ഒരു ഹോണ്ട നൽകിയിട്ടുള്ളത്. 10 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററാണ് നിങ്ങൾക്ക് വാറണ്ടി എടുക്കാനായിട്ട് പറ്റുന്നത്. അത് മറ്റൊരു ബ്രാൻഡ് നൽകാത്തൊരു വാറണ്ടി തന്നെയാണ്. ഈ ഒരു ലൈനപ്പിൽ നമുക്ക് ആദ്യം കിടക്കുന്ന വാഹനം ഈ ഒരു അമേസ് ആണ്. അമേസിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വേരിയൻസുകൾ വരുന്നില്ല, ഒരു 2-3 വേരിയൻസ് മാത്രമാണ് വരുന്നത്. അതിൽ തന്നെ ഏറ്റവും എൻട്രി ലെവലായിട്ട് വരുന്ന ഒരു വേരിയൻറ്റ് തന്നെ ഈ കിടക്കുന്നതാണ് എൻട്രി ലെവലായിട്ട് വരുന്നത്. അതിനുശേഷം ഈ കിടക്കുന്നത് ഏറ്റവും ടോപ്പ് എൻഡുമാണ് ഈ കിടക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഒരു ഓഫറിലേക്ക് കിടക്കാം. അമേസിലേക്ക് വരുന്ന സമയത്ത് എസ്, അതുപോലെ തന്നെ VX എന്നിങ്ങനെയാണ് നമുക്ക് വേരിയൻസുകൾ വരുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് പിന്നെ VX-നകത്ത് തന്നെ എലൈറ്റ് എന്ന് പറഞ്ഞൊരു എഡിഷൻ കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ കിടക്കുന്നത് VX-ൻ്റെ എലൈറ്റ് എഡിഷനാണ്. അത് ആ കിടക്കുന്നത് VX എന്ന വേരിയൻറ്റും കണ്ടോ. അപ്പോൾ ഈ ഒരു 2 വേരിയൻറ്റ്, ഈ ഒരു VX-ഉം അതുപോലെ തന്നെ ഈ ഒരു എലൈറ്റും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ കുറച്ച് അക്സസറീസിൻ്റെ വ്യത്യാസങ്ങൾ മാത്രമാണ് വരുന്നത്. പ്രൈസിനകത്ത് വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഏകദേശം ഒരു 30,000 രൂപയുടെ അക്സസറീസാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. അപ്പോൾ നമുക്കത് ഓഫറിലേക്ക് കിടക്കാം. ഇപ്പോൾ എസ് എന്ന വേരിയൻറ്റ്, ഇതിൻ്റെ ഒരു എൻട്രി ലെവൽ ആ കിടക്കുന്ന ഒരു വേരിയൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 30,000 രൂപയുടെ ക്യാഷ് ഓഫർ നൽകിയിട്ടുണ്ട്. 30,000 രൂപ ഓൺ റോഡ് പ്രൈസിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് കിട്ടുന്നതായിരിക്കും. പിന്നെ വരുന്നൊരു ഓഫർ എക്സ്ചേഞ്ച് ബോണസാണ്. ഏകദേശം ഒരു 10,000 രൂപ എക്സ്ചേഞ്ച് ബോണസായിട്ട് നൽകിയിട്ടുണ്ട്. പിന്നെ വരുന്നതാണ് UIO ലോയൽറ്റി എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഹോണ്ട വാഹനമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ വൈഫിൻ്റെ കയ്യിലായിരിക്കാം, ഹസ്ബൻഡിൻ്റെ കയ്യിലായിരിക്കാം, അല്ല അച്ഛൻ്റെ കയ്യിലായിരിക്കും, ചേട്ടൻ്റെ ഒരു ഹോണ്ട വാഹനമുണ്ട്. അപ്പോൾ ഹോണ്ട വാഹനം ഉള്ള ഒരു കസ്റ്റമർ തന്നെ മറ്റൊരു ഹോണ്ട വാഹനം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കസ്റ്റമർക്കാണ് ലോയൽറ്റി കസ്റ്റമർ എന്ന് പറയുന്നത്. അത് ഇവർ പറയുന്നത് UIO ലോയൽറ്റി എന്നാണ് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ലോയൽറ്റി അത്രയേ ഉള്ളൂ. ഒരു 4,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് കൂടി നിങ്ങൾക്ക് കിട്ടും. പിന്നെ വരുന്ന കോർപ്പറേറ്റ് ഓഫറാണ്, അതൊരു 3,000. പിന്നെ സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ എന്ന് പറയുന്നുണ്ട്, അതൊരു 20,000 രൂപ വരുന്നുണ്ട്. അപ്പോൾ അത് കാറ്റഗറി വൈസ് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിനൊരു കാര്യം ചെയ്താൽ മതി, താഴെ ഒരു കോൺടാക്ട് നമ്പർ കാണാം. ആ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ എന്താണെന്നുള്ളതിൻ്റെ ഒരു സ്പ്ലിറ്റപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ടോട്ടൽ നമ്മളൊരു ബെനിഫിറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അമേസിൻ്റെ എസ് എന്ന വേരിയൻറ്റിന് ഏകദേശം 67,000 രൂപയുടെ ബെനിഫിറ്റാണ് ഈ മാസം ഹോണ്ട ഇട്ടിട്ടുള്ളത്. അത്രയുമുള്ള അതിനെക്കുറിച്ച് പറയാനായിട്ട്. നമുക്ക് VX-ലേക്ക് പോയിക്കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസം വരുന്നത്, ക്യാഷ് ഓഫർ 15,000 വരുന്നത്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് 10,000, UIO ലോയൽറ്റി 4,000, കോർപ്പറേറ്റ് ഓഫർ 3,000, സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ 20,000. ടോട്ടലി 52,000 രൂപയുടെ ബെനിഫിറ്റാണ് നമുക്ക് VX എന്ന വേരിയൻറ്റിന് ഹോണ്ട ഈ ഒരു മാസം ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ മറ്റൊരു വേരിയൻറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു, VX എലൈറ്റ് എന്നൊരു വേരിയൻറ്റ്, അതായത് ഈ കിടക്കുന്ന വേരിയൻറ്റ്. ഞാൻ പറഞ്ഞു ഇതിനൊരു ഏകദേശം ഒരു 10-30,000 രൂപയുടെ അക്സസറീസ് എക്സ്ട്രാ ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റോ കാര്യങ്ങളോ നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ആ ഒരു വേരിയൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഏകദേശം ടോട്ടൽ ബെനിഫിറ്റ് 92,000 രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. കുറച്ച് അക്സസറീസ്, ഇപ്പോൾ റിയർ സൈഡിൽ സ്പോയിലർ വരുന്നുണ്ട്, സീറ്റ് കവർ വ്യത്യാസം വരുന്നുണ്ട്, ആംറസ്റ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് റിവ്യൂ അല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഇനി പ്രൈസിലേക്ക് കടന്നു കഴിഞ്ഞാൽ എസ് എന്ന വേരിയൻറ്റ് മാനുവലിന് 9,15,000 ഓൺ റോഡ് പ്രൈസ്. VX-ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലോ ഏകദേശം 10,41,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്, നമുക്ക് ഈ ഒരു 2 വേരിയൻറ്റിൽ നമുക്ക് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. എസ്സിന് ഏകദേശം 10-18 ഓൺ റോഡ് വരുമ്പോൾ VX എന്ന വേരിയൻറ്റിന് 11,36 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. അപ്പോൾ അത്രയും ഉള്ളൂ അതിനെക്കുറിച്ച് പറയാനായിട്ട്. അപ്പം അമേസിൻ്റെ കാര്യം കണ്ടല്ലോ, മോശമല്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ ഓഫർ വാഹനത്തിന് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം റീസെയിൽ വാല്യൂ എല്ലാം വരുന്നൊരു വാഹനം തന്നെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ നമ്പർ നൽകിയിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്ത വാഹനം നമുക്ക് എലവേറ്റിനെ കുറിച്ച് സംസാരിക്കാം. ഈ ഒരു എലവേറ്റിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു
അടുത്ത സമയത്ത് ലോഞ്ചായ ഒരു വാഹനമാണ്. അപ്പോൾ അടുത്ത സമയത്ത് ലോഞ്ചായ ഒരു വാഹനമായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും ആരും പ്രതീക്ഷിക്കരുത്. ഹോണ്ട എന്നല്ല, ഏതൊരു ബ്രാൻഡിലേക്ക് പോയാലും പുതുതായിട്ട് ലോഞ്ച് ചെയ്യുന്ന വാഹനങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും നൽകാറില്ല. ഓഫർ വരും, കുറച്ചുകൂടെ സമയം കഴിയുമ്പോഴത്തേക്കായിരിക്കും ഓഫറും കാര്യങ്ങളും വരാൻ സാധ്യതയുള്ളത്. എനിക്കറിയില്ല, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇതിലേക്ക് ഒരു സമയത്ത് ജസ്റ്റ് പ്രൈസുകളൊന്നും നമുക്ക് പറഞ്ഞങ്ങ് പോകാം. 4 വേരിയൻറ്റിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ്. മാനുവലിൽ, ഓട്ടോമാറ്റിക്കിലാണെങ്കിൽ 3 വേരിയൻറ്റും. മാനുവലിൻ്റെ വേരിയൻറ്റിൽ എസ്, വി, വി എക്സ്, ഇസഡ് എക്സ് എന്നിങ്ങനെയാണ് നമുക്ക് വേരിയൻസുകൾ പോകുന്നത്. അതിൽ എസ് എന്ന വേരിയൻറ്റിന് 1390 ഓൺ റോഡ് പ്രൈസ് വരുന്നു. വിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ 1476 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. വി എക്സ് 1641 ഓൺ റോഡ് വരുന്നു. ഇസഡ് എക്സ് 18,07,000 രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇനി ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ വി തൊട്ടാണ് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് സെക്കൻഡ് വേരിയൻ്റ് തൊട്ട്. ഇതിൻ്റെ അടുത്ത സമയത്ത് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡൽ ഏറ്റവും എൻട്രി ലെവലായി എസ് എന്ന വേരിയൻറ്റിൻ്റെ വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണാനായിട്ട് പറ്റും. ജസ്റ്റ് ഒന്ന് കണ്ടുപോകുക. അത്യാവശ്യം നല്ല രീതിയിൽ എൻട്രി ലെവലോട്ട് തന്നെ ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനമാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എത്രയാണ്? 1390 മാത്രമാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. പിന്നെ എക്സെപ്റ്റഡ് വാറണ്ടി അങ്ങനെയുള്ള കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അത് കസ്റ്റമർ ചോയ്സാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ പേയ്മെൻറ്റ് കൊടുത്ത് ചൂസ് ചെയ്യാം. ഇനി ഓട്ടോമാറ്റിക് ആണെങ്കിലോ വിക്ക് 16,07,000, വി എക്സ് 1770, ഇസഡ് എക്സ് 1970 വാഹനത്തിന് ഓൺ റോഡ് പ്രൈസ് വരുന്നു. ഇതിന് നമുക്ക് വെയിറ്റ് പീരീഡ് ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞ അമേസ് ആണെങ്കിൽ പോലും 10 ദിവസം, ഒരു 10 അല്ലെങ്കിൽ 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കിടക്കുന്ന എലവേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഒരു 10 അല്ലെങ്കിൽ 15 ആ രജിസ്ട്രേഷൻ്റെ താമസവും അങ്ങനെയുള്ള കുറച്ച് താമസങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. വാഹനം സ്വന്തമാക്കാൻ പറ്റും. ഇതിലേക്ക് വരുന്ന സമയത്തും നമുക്ക് വാറണ്ടിയുടെ കാര്യം എന്ന് വെച്ചാൽ 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്ററാണ് ഇട്ടിട്ടുള്ളത്. അത് ഞാൻ അമേസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 10 വർഷം അല്ല 500 കിലോമീറ്ററിലേക്ക് പോലും നിങ്ങൾക്ക് മാറ്റി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇനി വരുന്നൊരു വാഹനം സിറ്റിയാണ്. അപ്പോൾ സിറ്റിയുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ സിറ്റി ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് വർഷം കൊണ്ട് വരുന്നൊരു വാഹനമാണ് സിറ്റി. നമ്മുടെ വാഹനം അവിടെ കിടപ്പുണ്ട് താനും. അപ്പോൾ സിറ്റിയിലേക്ക് വരുന്ന സമയത്ത് വേരിയൻസ് വരുന്നത് എസ് വി, വി, വി എക്സ്, ഇസഡ് എക്സ് എന്നിങ്ങനെയാണ് ഹോണ്ട സിറ്റിയുടെ വേരിയൻറ്റുകൾ പോകുന്നത്. ഇതിൽ നമുക്ക് ഒരു എന്താ പറയുക, വേരിയൻറ്റ് വൈസ് ഓഫറിന് വ്യത്യാസങ്ങളൊന്നും തന്നെ വരുന്നില്ല. എസ് വി ആയാലും വി ആയാലും വി എക്സ് ആയാലും ഇസഡ് എക്സ് ആയാലും എല്ലാത്തിനും സെയിം ഓഫർ തന്നെയാണ് ഈ ഒരു മാസം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ക്യാഷ് ഓഫർ ഏകദേശം ഒരു 25,000 രൂപ നൽകിയിട്ടുണ്ട്. എക്സ്ചേഞ്ച് ബോണസ് വരുന്ന എത്രയാണ്? 10,000 പിന്നെ UIO ലോയൽറ്റി. അതെന്താണെന്ന് ഞാൻ പറഞ്ഞു. ഹോണ്ട വാഹനം ഉള്ള ഒരു കസ്റ്റമർ നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ഒരു ഹോണ്ട വാഹനമുണ്ട്, മറ്റൊരു വാഹനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടുന്നതാണ് ഈ ഒരു ലോയൽറ്റി സ്കീം. 4,000 രൂപ വരുന്നുണ്ട്. പിന്നെ UIO എക്സ്ചേഞ്ച്, അതായത് ഹോണ്ട വാഹനം തന്നെയാണ് നിങ്ങൾ എക്സ്ചേഞ്ച് ചെയ്ത് മറ്റൊരു ഹോണ്ട വാഹനം ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമൽ എക്സ്ചേഞ്ച് ബോണസ് കൂടാതെ തന്നെ നിങ്ങൾ എക്സ്ട്രാ കിട്ടുന്ന ബെനിഫിറ്റാണ്. ഏകദേശം ഒരു 6,000 രൂപ വരുന്നുണ്ട്. പിന്നെ കോർപ്പറേറ്റ് ഓഫർ 5,000, പിന്നെ സ്പെഷ്യൽ കോർപ്പറേറ്റ് ഓഫർ, അത് കാറ്റഗറി മാറുന്നതിനനുസരിച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് 20,000 രൂപ വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ജസ്റ്റ് ഞാൻ താഴെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്കത് പറഞ്ഞു തരുന്നതായിരിക്കും. ടോട്ടൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 70,000 രൂപയുടെ ബെനിഫിറ്റാണ് ഹോണ്ട സിറ്റിയുടെ വേരിയൻറ്റുകൾക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് ഹൈബ്രിഡ് മോഡലുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഹൈബ്രിഡിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് 2023 മോഡൽ വാഹനങ്ങളാണെങ്കിൽ ഏകദേശം 1 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ബെനിഫിറ്റ് വരുന്നുണ്ട്. അത് 24ലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാലോ ഏകദേശം 65,000 രൂപയുടെ ബെനിഫിറ്റാണ് ഹോണ്ട സിറ്റിയുടെ ഹൈബ്രിഡ് വേരിയൻറ്റുകൾക്ക് ഹോണ്ട നൽകിയിട്ടുള്ളത്. ഇനി ഇതിനകത്ത് തന്നെ എലഗൻറ്റ് എഡിഷൻ എന്നൊരു വേരിയൻറ്റ് കൂടി വരുന്നുണ്ട്. അതായത് ഹോണ്ട സിറ്റിക്കകത്ത് എലഗൻറ്റ് എഡിഷൻ എന്ന് പറഞ്ഞൊരു എഡിഷൻ കൂടി വരുന്നുണ്ട്. നമ്മൾ അമേസിൽ പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ച് അക്സസറീസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ വരുന്നതാണ്. ഏകദേശം ഒരു 36,000 രൂപയ്ക്ക് അടുത്ത് ആ അക്സസറീസിന് കോസ്റ്റ് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഏകദേശം ഫ്രീ ആയിട്ടായിരിക്കും ആ ഒരു വേരിയൻറ്റിന് കിട്ടുന്നത്. അപ്പോൾ അത് നമുക്കൊരു ഓഫറായിട്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ആ വേരിയൻറ്റിന് ഏകദേശം ഒരു 1,06,000 രൂപയുടെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പ്രൈസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ബേസ് മോഡൽ എൻട്രി ലെവലിന് 1389, വി എന്ന വേരിയൻറ്റിന് 1492, വി എക്സിന് 1623, ടോപ്പ് എൻഡിന് 1767. ഇനി ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെ തൊട്ടാണ്? വി തൊട്ടാണ് നമുക്ക് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏറ്റവും ബേസ് മോഡൽ നമുക്ക് ഓട്ടോമാറ്റിക് കിട്ടുകയില്ല. സെക്കൻഡ് വേരിയൻറ്റ് തൊട്ട് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 1638 മുതലാണ് പ്രൈസ് തുടങ്ങുന്നത്. ഓട്ടോമാറ്റിക് സെക്കൻഡ് വേരിയൻറ്റ് അതായത് വി എക്സിന് 1769, ടോപ്പ് എൻഡ് 1945. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഹോണ്ട സിറ്റിയിലും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് വാറണ്ടി നമുക്ക് അവൈലബിൾ ആണ്. 10 ദിവസത്തെ വെയിറ്റ് പീരീഡ് മാത്രമാണ് വരുന്നത്. താഴെ നമ്പർ നൽകിയിട്ടുണ്ട്. ആ ഒരു നമ്പറിൽ വിളിക്കുക. ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും ഒക്കെ ഹോണ്ട വാഹനം എടുക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു അവസരമാണ്. അത്യാവശ്യം ഓഫർ വരുന്നുണ്ട്. വിളിക്കുക. കൊല്ലം രണ്ടാംകുറ്റിയിലാണ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരാം. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.